ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. സോ എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് റെഗുലറായിട്ട് വാച്ച് ചെയ്യുകയും നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 95% കറണ്ട് അഫയേഴ്സിൽ 95% മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈയൊരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഈ വീഡിയോ അതേപോലെ ഞാൻ മാക്സിമം ന്യൂസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ന്യൂസ് ഇന്നലത്തെ മാക്സിമം ന്യൂസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഇത് വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസുകൾക്കെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വരുന്ന IBPS എക്സാം, അതേപോലെ SBI, അതേപോലെ ബാങ്ക് എക്സാം, SSC എക്സാം, റെയിൽവേ എക്സാം, കേരള PSC, അങ്ങനെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. സോ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്കും എൻ്റെ വീഡിയോ ഈ ചാനലിൽ വരുന്ന വീഡിയോസ് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. സോ റെഗുലറായിട്ട് കാണുക, റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. അവസാന നിമിഷത്തേക്ക് വെക്കാതിരിക്കുക. ഫസ്റ്റ് എക്സാം പാസ്സായിട്ട് സെക്കൻഡ് എക്സാമിലല്ലേ കറണ്ട് അഫയേഴ്സ് ഉള്ളൂ എന്ന് കരുതിയിട്ട് അങ്ങനെ വെക്കാതിരിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ പ്രിലിംസ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഡെയിലി 1 മണിക്കൂർ നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് മാറ്റി വയ്ക്കുക. അതേപോലെ റിവിഷൻ ചെയ്യുക, വീക്ക്ലി റിവിഷനും എല്ലാം ചെയ്യുക, മന്ത്ലി റിവിഷൻ എല്ലാം ചെയ്യുക. സോ എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോട്ട്സും പ്രിപ്പയർ ചെയ്യാം. മലയാളത്തിൽ വേണ്ടവർക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ഞാൻ മലയാളത്തിലൊരു ഒരു ന്യൂസ് ഇംഗ്ലീഷിൽ ഫസ്റ്റ് പറയും. അത് കഴിഞ്ഞാൽ അതേ ന്യൂസ് സെയിം മലയാളത്തിലേക്ക് ആക്കിയിട്ട് മലയാളം പേജും ഒരു പേജ് മലയാളത്തിലും അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ന്യൂസും നിങ്ങൾക്ക് അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ അപ്പോൾ അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. India, European Union to hold next round of FTA talks at Brussels in September. അപ്പോൾ the Commerce Ministry said that India and European Union next round of FTA talks is scheduled at Brussels in September. അപ്പോൾ സെപ്റ്റംബറിൽ വെച്ചിട്ടാണ് അടുത്ത FTA ടോക്സ് നടക്കാൻ പോകുന്നത്. അത് ബ്രസൽസിൽ വെച്ചിട്ടാണ് അത് നടക്കാൻ പോകുന്നത്. So, India and the 27-nation bloc resumed negotiations on June 17th after a gap of over 8 years on the proposed agreements of trade, investments and geographical indications. The first round of talks, which began on June 27, ended on July 1st. So, ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും അടുത്ത റൗണ്ട് ഓഫ് FTA ടോക്സ് നടത്താൻ പോവുകയാണ്. ബെൽജിയത്തിൻ്റെ ബ്രസൽസിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. സെപ്റ്റംബറിലാണ് നടക്കുക. സോ സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. കാർലോസ് സൈൻസ് വിൻസ് ഫസ്റ്റ് കരിയർ F1 റേസ് വിത്ത് ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് വിക്ടറി. അപ്പോൾ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് ജയിച്ചിരിക്കുകയാണ് കാർലോസ് സൈൻസ്. ഫസ്റ്റ് ഗ്രാൻഡ് പ്രിക്സ് ആണിത്, ഫസ്റ്റ് F1 റേസാണിത് ജയിക്കുന്നത്. സോ ഫെറാറി ഡ്രൈവറായ കാർലോസ് സൈൻസ് ആണ് ഫസ്റ്റ് ഫോർമുല 1 വിക്ടറി നേടിയിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിക്കാം. സോ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. എലോർഡ കപ്പ് റെയിനിങ് യൂത്ത് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻസ് അൽഫിയ പത്താൻ ആൻഡ് ഗിതിക ക്ലിഞ്ച് ഗോൾഡ് മെഡൽസ്. അപ്പോൾ അൽഫിയ പത്താനും ഗിതികയും ഗോൾഡ് മെഡൽസ് നേടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് എലോർഡ കപ്പിൽ. അപ്പോൾ ആ ന്യൂസ് ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാം. റെയിനിങ് യൂത്ത് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻസ് അൽഫിയ പത്താൻ ആൻഡ് ഗിതിക ഹാവ് വൺ ഗോൾഡ് മെഡൽസ് അറ്റ് എലോർഡ കപ്പ് ഇൻ നൂർസുൽത്താൻ, കസാഖ്സ്ഥാൻ. അപ്പോൾ നൂർസുൽത്താനിൽ വെച്ചിട്ടാണ് ഈ മത്സരം നടന്നത്. അപ്പോൾ എലോർഡ കപ്പ് നടന്നത് കസാഖ്സ്ഥാനിലെ നൂർസുൽത്താനിൽ വെച്ചിട്ടാണ് നടന്നത്. സോ അതിൽ ഗോൾഡ് മെഡൽ നേടിയത് അൽഫിയ പത്താനും ഗിതിക ക്ലിഞ്ചുമാണ്. അപ്പോൾ ഇത് അതിൻ്റെ ബാക്കിയുള്ള ന്യൂസ് അതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നമുക്ക് സെയിം ന്യൂസും മലയാളത്തിലും ഉണ്ട്. സോ നിങ്ങൾക്കത് എളുപ്പമായിരിക്കും, രണ്ട് ഭാഷയിലും വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും.
സോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. BA.2.75 ന്യൂ കോവിഡ് വേരിയൻറ്റ് ഡിറ്റക്റ്റഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ പുതിയ കൊറോണ വൈറസിൻ്റെ വേരിയൻറ്റിനെ കണ്ടെത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2.75 BA.2.75 എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അത് കണ്ടെത്തിയിരിക്കുകയാണ്, ഡിറ്റക്റ്റ് ചെയ്തിരിക്കുകയാണ്. Scientists across the world have flagged the emergence of a new coronavirus variant in India, the BA.2.75. അപ്പോൾ ഇന്ത്യയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. BA.2.75 എന്നാണ് അതിൻ്റെ പേര്. So BA.2.75 is a sub-lineage of the Omicron variant. Sub-lineages of Omicron have become the dominant variant circulating across the globe, with new mutations continuously evolving. അപ്പോൾ ഇത് ഇതിന് മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അസുഖം വേറെ ഒരു തവണ വന്ന ആൾക്ക് വേറെ വേരിയൻറ്റിൽ അത് പിന്നെയും വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇപ്പോൾ പുതിയ വേരിയൻറ്റിനെ കണ്ടെത്തിയിരിക്കുകയാണ്, BA.2.75. അത് ഒമിക്രോണിൻ്റെ സബ് ലീനേജ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദർ ഹാസ് ബീൻ നോ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ അബൌട്ട് ദ വേരിയൻറ്റ്. അപ്പോൾ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും നടന്നിട്ടില്ല. ഈ ഒരു വേരിയൻറ്റിനെ കുറിച്ചിട്ട് ഒഫീഷ്യലായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, എന്നിട്ട് ലാസ്റ്റ് ഒന്നിച്ച് നോട്ട്സ് ഉണ്ടാക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. CBSE ലോഞ്ചസ് പരീക്ഷാ സംഘം പോർട്ടൽ. അപ്പോൾ CBSE പരീക്ഷാ സംഘം പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കാം. ദ CBSE ബോർഡ് ഹാസ് ലോഞ്ച്ഡ് എ പോർട്ടൽ കോൾഡ് പരീക്ഷാ സംഘം, എ വൺ സ്റ്റോപ്പ് പോർട്ടൽ ഫോർ ഓൾ CBSE ബോർഡ് എക്സാം ആക്ടിവിറ്റീസ്. അപ്പോൾ എല്ലാ CBSE ബോർഡ് എക്സാം ആക്ടിവിറ്റീസിനും കൂടി വേണ്ടിയിട്ട് CBSE ബോർഡ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് പരീക്ഷാ സംഘം എന്ന് പറയുന്ന ഒരു പോർട്ടൽ. ഇറ്റ് ഈസ് അനദർ പോർട്ടൽ വെർ സ്റ്റുഡൻസ് വിൽ ബി ഏബിൾ ടു ചെക്ക് ക്ലാസ് 10th ആൻഡ് ക്ലാസ് 12th ബോർഡ് റിസൾട്ട്സ് ഈസിലി. അപ്പോൾ ഈ ഒരു പോർട്ടൽ വഴി 10ൻ്റെയും 12ൻ്റെയും CBSE റിസൾട്ട് എളുപ്പത്തിൽ നോക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പോർട്ടൽ ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു 3 മെയിൻ സെക്ഷൻസ്: സ്കൂൾസ്, ഗംഗ, റീജിയണൽ ഓഫീസസ് യമുന ആൻഡ് ഹെഡ് ഓഫീസ് സരസ്വതി. അപ്പോൾ പോർട്ടൽ 3 സെക്ഷനിലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സ്കൂൾ ലെവലിലുള്ളതിന് ഗംഗ എന്നാണ് പറയുന്നത്, റീജിയണൽ ഓഫീസസിലാണെങ്കിൽ യമുന, അതേപോലെ ഹെഡ് ഓഫീസിന് സരസ്വതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിവേഴ്സിൻ്റെ പേര് വെച്ചിട്ടാണത് കൊടുത്തിട്ടുള്ളത്. സോ നിധി ചിബ്ബറാണ് CBSEയുടെ ചീഫ്. അപ്പോൾ CBSE ചീഫാണ് നിധി ചിബ്ബർ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ വായിച്ചിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അങ്ങനെ റിവിഷൻ ചെയ്ത് പഠിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ട്രേഡ് ഗ്യാപ്പ് വൈഡൻസ് ടു റെക്കോർഡ് 25.6 ബില്യൺ. ഇമ്പോർട്ട് സർജസ് ടു 63.58 ബില്യൺ ഇൻ ജൂൺ. അപ്പോൾ ജൂൺ മാസത്തിൽ ട്രേഡ് ഗ്യാപ്പ് വൈഡൻ ചെയ്തിരിക്കുകയാണ് $25.6 ബില്യൺ ആയിട്ട്. അതേപോലെ ഇമ്പോർട്ട് $63.58 ബില്യൺ ആയിരിക്കുകയാണ്. സോ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. India's merchandise trade deficit surged to a new high of 25.6 billion in June amid slowing demand for Indian exports and rising imports of gold, coal and crude oil. അപ്പോൾ അതാണ് ട്രേഡ് ഡെഫിസിറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ എക്സ്പോർട്സ് ഗ്രൂ ചെയ്തിട്ടുണ്ട് 16.8% ആയിട്ട് $38 ബില്യൺ ഇൻ ജൂൺ, വൈൽ ഇമ്പോർട്ട്സ് ജംപ്ഡ് 51%. ഇമ്പോർട്ട്സ് 51% വർദ്ധിച്ചിട്ട് $63.6 ബില്യൺ നിൽക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ദ പ്രിലിമിനറി ഡാറ്റ റിലീസ്ഡ് ബൈ കൊമേഴ്സ് മിനിസ്ട്രി റിലീസ് ചെയ്തിട്ടുള്ള പ്രിലിമിനറി ഡാറ്റ പ്രകാരമാണ് ഈ ഒരു നമ്പേഴ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിൻ്റെ മുമ്പ് സെയിം ന്യൂസ് മലയാളത്തിൽ, നിങ്ങൾക്കപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. സോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ബാങ്കിങ് ഫ്രോഡ്സ് ഓഫ് ഓവർ 100 crore rupees സി സിഗ്നിഫിക്കൻറ്റ് ഡിക്ലൈൻ ഇൻ ഫിനാൻഷ്യൽ ഇയർ 2022. അപ്പോൾ ബാങ്കിങ് ഫ്രോഡ്സ് 100 കോടി രൂപ സിഗ്നിഫിക്കൻറ്റ് ഡിക്ലൈൻ ഇൻ ഫിനാൻഷ്യൽ ഇയർ 22. ഈ വർഷം അത് 100 കോടി രൂപ കമ്മി. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. സോ ഫ്രോഡ്സ് ഇൻ എ ബാങ്കിങ് സെക്ടർ ഇൻവോൾവിംഗ് സംസ് ഓഫ് ഓവർ 100 crore rupees ഹാവ് ബീൻ ഡിക്ലൈൻഡ് സിഗ്നിഫിക്കൻ്റ്ലി. അപ്പോൾ ഒരുപാട് കമ്മിയായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിത്ത് ബാങ്ക്സ് റിപ്പോർട്ടിംഗ് കേസസ് വർത്ത് 41,000 crore ഇൻ 2021-22 കമ്പയർഡ് ടു 1.05 lakh crore ഇൻ ദ പ്രീവിയസ് ഇയർ. അപ്പോൾ 1.05 lakh crore ആണ്
കഴിഞ്ഞ വർഷം ഫ്രോഡ് ആയിട്ട് കണ്ടെത്തിയിരുന്നത്. അത് ഈ വർഷം ബാങ്ക് അത് 41,000 കോടിയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ 41,000 കോടി രൂപയുടെ ഫ്രോഡാണ് ഈ വർഷം നടന്നിട്ടുള്ളത് 2021-22. സോ 2020-21 അത് 1,05,000 lakh റുപ്പീസാണ്, 1,05,000 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. സോ അത് കമ്മിയായിട്ടുണ്ട് എന്നാണ് ന്യൂസ്. സോ സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്. സോ നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം, എന്നിട്ട് പഠിക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. തരുൺ മജുംദാർ, വെറ്ററൻ ബംഗാളി ഫിലിം മേക്കർ, പാസസ് അവേ അറ്റ് 91. അപ്പോൾ തരുൺ മജുംദാർ വെറ്ററൻ ഫേമസ് ആയിട്ടുള്ള ബംഗാളി ഫിലിം മേക്കറാണ്, അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. സോ വെറ്ററൻ ഫിലിം മേക്കർ തരുൺ മജുംദാർ പാസ്ഡ് അവേ ഇൻ കൊൽക്കത്ത. നോട്ടബിൾ എമംഗ് ഹിസ് വർക്ക്സ് ആർ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് വർക്ക്സ്. സോ ഇതൊക്കെയാണ്. സോ നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. മജുംദാർ ഹു റിസീവ്ഡ് പത്മശ്രീ ഇൻ 1990. അപ്പോൾ പത്മശ്രീ കിട്ടിയിട്ടുണ്ട് 1990. ഹാസ് 5 ഫിലിംഫെയർ അവാർഡ്സ് ടു ഹിസ് ക്രെഡിറ്റ്. 5 ഫിലിംഫെയർ അവാർഡ് നേടിയിട്ടുമുണ്ട്. സോ പത്മശ്രീ കിട്ടിയത് 1990 തരുൺ മജുംദാറിന്. അപ്പോൾ തരുൺ മജുംദാർ അന്തരിച്ചിരിക്കുകയാണ്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിൻ്റെ മുമ്പ് സെയിം ന്യൂസ് മലയാളത്തിൽ, നിങ്ങൾക്കപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ ബാങ്ക് സൈൻസ് MOU വിത്ത് ഗവൺമെൻറ് ഓഫ് ഹരിയാന. അപ്പോൾ ഇന്ത്യൻ ബാങ്കും ഹരിയാന ഗവൺമെൻറ്റുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. അതെന്തിനാണെന്ന് നമുക്ക് വായിച്ച് നോക്കാം. പബ്ലിക് സെക്ടർ ഇന്ത്യൻ ബാങ്ക് ഹാസ് ഇങ്ക്ഡ് എ പാക്ട് വിത്ത് ഗവൺമെൻറ് ഓഫ് ഹരിയാന ടുവേർഡ്സ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൊബൈൽ ഫോൺസ് ടു കസ്റ്റമേഴ്സ് ത്രൂ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് സിസ്റ്റം. അപ്പോൾ മൊബൈൽ ഫോൺസ് കസ്റ്റമേഴ്സിന് മൊബൈൽ ഫോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്, ഈ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് സിസ്റ്റം വഴി. സോ ബാങ്ക്സ് വുഡ് പ്രൊവൈഡ് UPI കൂപ്പൺസ് ടു ബെനിഫിഷ്യറീസ്. അപ്പോൾ ബാങ്ക്സ് ബെനിഫിഷ്യറീസിന് UPI കൂപ്പൺസ് പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇന്ത്യൻ ബാങ്കും ഹരിയാന ഗവൺമെൻറ്റുമായിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കാം. സോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ നേവി കമ്മീഷൻസ് ദ ഫസ്റ്റ് ALH സ്ക്വാഡ്രൺ INAS ഇനാസ് 324 ഇൻ വിശാഖപട്ടണം. അപ്പോൾ INAS 324 കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. സ്ക്വാഡ്രൺ വിശാഖപട്ടണത്തിലാണത് അതായത് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ കൂടുതൽ വിവരം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. സോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. At first Maritime Security Group meet, NSA Chief Dowal stresses on a coordination among stakeholders. അപ്പോൾ ആദ്യത്തെ മാരിടൈം സെക്യൂരിറ്റി ഗ്രൂപ്പ് മീറ്റ് നടന്നു. അതിൽ NSA ചീഫായ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ദോവാൽ കോർഡിനേഷൻ അമംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് സ്ട്രെസ് ചെയ്തിരിക്കുകയാണ്. So Dowal inaugurated the first meeting of National Security Advisor Ajit Dowal inaugurated the first meeting of a multi-agency maritime security group chaired by Vice Admiral retired G. Ashok Kumar, India's first National Maritime Security Coordinator. അശോക് കുമാറാണ് ഇന്ത്യയുടെ ഫസ്റ്റ് നാഷണൽ മാരിടൈം സെക്യൂരിറ്റി കോർഡിനേറ്റർ. അപ്പോൾ ഈ ഒരു മീറ്റിംഗ് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത്. The meeting was held 8 months after the central government approved the post of NMSC. അതായത് നാഷണൽ മാരിടൈം സെക്യൂരിറ്റി കോർഡിനേറ്ററുടെ പോസ്റ്റ് അപ്രൂവ് ചെയ്തിട്ട് 8 മാസത്തിന് ശേഷമാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മാരിടൈം സെക്യൂരിറ്റി മീറ്റ് നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചാണ്. സോ അതിൻ്റെ ചീഫാണ് NSA ചീഫ് ദോവാലാണ് അതിൻ്റെ അത് നടത്തിയത്, ഇനോഗ്രേറ്റ് ചെയ്തത് അജിത് ദോവാലാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പഠിക്കാം. സോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രൈം മിനിസ്റ്റർ മോദി അൺവെയിൽസ് 30 feet സ്റ്റാച്യു ഓഫ് ഫ്രീഡം ഫൈറ്റർ അല്ലൂരി സീതാരാമ രാജു ഇൻ ആന്ധ്രാപ്രദേശ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ മോദി 30 feet സ്റ്റാച്യു ഫ്രീഡം ഫൈറ്റർ അല്ലൂരി സീതാരാമ രാജുവിൻ്റെ 30 feet സ്റ്റാച്യു ഇനോഗ്രേറ്റ് അൺവെയിൽ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആന്ധ്രാപ്രദേശിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സോ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അൺവെയിൽഡ് 30 feet ബ്രോൺസ് സ്റ്റാച്യു. ഇത് ബ്രോൺസ് സ്റ്റാച്യു ആണ്. സോ അല്ലൂരി സീതാരാമ രാജു അറ്റ് ഭീമവാരം ഇൻ ആന്ധ്രാപ്രദേശ് ഈസ്റ്റ് ഗോദാവരി ഡിസ്ട്രിക്ട് ഓൺ ദ 125th ബർത്ത് ആനിവേഴ്സറി ഓഫ് ദ ഫ്രീഡം ഫൈറ്റർ. അപ്പോൾ 125ാമത്തെ ബർത്ത് ആനിവേഴ്സറി അനുബന്ധിച്ചാണ് ഈ ഒരു
സ്റ്റാച്ചു അൺവെയിൽ ചെയ്തിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്. സോ നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. പ്രൈം മിനിസ്റ്റർ മോദി ഗ്രീറ്റ്സ് പ്രസിഡന്റ് ബൈഡൻ ഓൺ യു എസിൻ്റെ 246th ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ യു എസിൻ്റെ 246th ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് പ്രൈം മിനിസ്റ്റർ മോദി ബൈഡനെ ഗ്രേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി conveyed his greetings to US President Joe Biden and the people of America on the occasion of their country's 246th Independence Day. The US Independence Day commemorates the Declaration of the Independence, which was ratified by the Second Continental Congress on July 4, 1776, establishing the United States of America. അപ്പോൾ 246ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ, യു എസിൻ്റെ 246ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷന് പ്രൈം മിനിസ്റ്റർ മോദി ജോ ബൈഡനെ ഗ്രീറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നെക്സ്റ്റ് ന്യൂസ്, RBI ലോഞ്ചസ് നെക്സ്റ്റ് റൗണ്ട് ഓഫ് സർവേ ഓഫ് മാനുഫാക്ചറിങ് കമ്പനീസ്. അപ്പോൾ RBI നെക്സ്റ്റ് റൗണ്ട് ഓഫ് സർവേ ഓഫ് മാനുഫാക്ചറിങ് കമ്പനീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് വായിച്ച് നോക്കാം. RBI സെഡ് ഇറ്റ് ഹാസ് ലോഞ്ച്ഡ് ദ നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഇറ്റ്സ് ഓർഡർ ബുക്സ്, ഇൻവെൻറ്ററീസ് ആൻഡ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ സർവേ ഓഫ് മാനുഫാക്ചറിങ് കമ്പനീസ് റിസൾട്ട്സ് വിച്ച് പ്രൊവൈഡ് വാല്യുബിൾ ഇൻപുട്സ് ഫോർ മോണിറ്ററി പോളിസി ഫോർമുലേഷൻ. അപ്പോൾ RBI ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, നെക്സ്റ്റ് റൗണ്ട് ഓഫ് സർവേ ഓഫ് മാനുഫാക്ചറിങ് കമ്പനീസ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI ഇമ്പോസസ് മോണിറ്ററി പെനാൽറ്റി ഓൺ ഇൻഡസ് IND ബാങ്ക് ആൻഡ് കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്. അപ്പോൾ ഇൻഡസ് IND ബാങ്കിനും കൊട്ടാക് മഹീന്ദ്ര ബാങ്കിനും പെനാൽറ്റി ചുമത്തിയിരിക്കുകയാണ് RBI. അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. RBI has imposed a monetary penalty of 1 crore rupees on Indus IND Bank for non-compliance with certain directions issued by RBI on RBI KYC directions. അപ്പോൾ KYC ഡയറക്ഷൻസ് ഫോളോ ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഈ ഒരു പെനാൽറ്റി ചുമത്തിയിരിക്കുന്നത് ഇൻഡസ് IND ബാങ്കിൻ്റെ പേരിൽ. അതേപോലെ 1.05 crore റുപ്പീസാണ് കൊട്ടാക് മഹീന്ദ്ര ബാങ്കിന് ചുമത്തിയിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് for contravention of provisions of subsection 2 of section 26A of the Banking Regulation Act. അതിന് വേണ്ടിയിട്ടാണ് അവർക്ക് ചുമത്തിയിരിക്കുന്നത്. കൊട്ടാക് മഹീന്ദ്ര ബാങ്കിന് 1.05 crore റുപ്പീസും ഇൻഡസ് IND ബാങ്കിന് 1 crore റുപ്പീസുമാണ് പെനാൽറ്റി കിട്ടിയിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. India and Armenia sign MOU on high impact community development projects in Armenia. അപ്പോൾ ഇന്ത്യയും അർമേനിയയും എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് ഹൈ ഇമ്പാക്റ്റ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ്. അർമേനിയയിൽ ഹൈ ഇമ്പാക്റ്റ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. India and Armenia signed a memorandum of understanding on high impact community development projects in Armenia with financial and technical assistance from India. അപ്പോൾ ഇന്ത്യ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് അർമേനിയയ്ക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു എഗ്രിമെൻറ്റ് വഴി. സോ അർമേനിയയുടെ ക്യാപിറ്റലാണ് എരവൻ, കറൻസി ഡ്രാമാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗുജറാത്ത് ഓൺ ടോപ്പ് ഓഫ് ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഇൻ സ്റ്റാർട്ടപ്പ് റാങ്കിങ് ഫോർ 3rd ടൈം ഇൻ എ റോ. അപ്പോൾ ഗുജറാത്ത് ഓൺ ടോപ്പ് ഓഫ് ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ സ്റ്റേറ്റ്സിൻ്റെ ലിസ്റ്റ് എടുത്തപ്പോൾ ഗുജറാത്താണ് ടോപ്പിൽ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് റാങ്കിങ്, സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ നമ്പർ 1 ആണ് ഗുജറാത്ത്. ഇത് 3ാമത്തെ തവണയാണ് സ്റ്റാർട്ടപ്പിന് കൂടുതൽ നല്ലതാണ് ഗുജറാത്ത് സ്റ്റേറ്റ്. ഇത് 3ാമത്തെ തവണയാണ് ഇത് ഗുജറാത്തിന് ഈ സ്ഥാനം കിട്ടുന്നത്. ഗുജറാത്ത് ആൻഡ് കർണാടക ഹാവ് ബീൻ ഡബ്ഡ് ആസ് ബെസ്റ്റ് പെർഫോമേഴ്സ് ഇൻ ദ കാറ്റഗറി A, while മേഘാലയ വാസ് നോമിനേറ്റഡ് ആസ് ദ ബെസ്റ്റ് പെർഫോമർ ഇൻ കാറ്റഗറി B ഇൻ ദ സ്റ്റേറ്റ്സ് സ്റ്റാർട്ടപ്പ് റാങ്കിങ് 2021. അപ്പോൾ സ്റ്റാർട്ടപ്പ് റാങ്കിങ് 2021 പ്രകാരം ഗുജറാത്താണ് ടോപ്പ് ഓഫ് ദ ലിസ്റ്റിൽ നിൽക്കുന്നത്. സോ ഗുജറാത്തും കർണാടകയാണ് ബെസ്റ്റ് പെർഫോമേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അവീവ ഇന്ത്യ അപ്പോയിൻറ്റ്സ് അസിത് റാത്ത് ആസ് എ ന്യൂ CEO ആൻഡ് MD.
അപ്പോൾ അവീവ ഇന്ത്യ അസിത് റാത്തിനെ CEO ആൻഡ് MD ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ലൈഫ് ഇൻഷുറൻസ് കമ്പനിയായ അവീവ ഇന്ത്യയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അസിത് റാത്ത് ആസ് എ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് അവീവ ഇന്ത്യ. So Rath was take up his role on July 11. ജൂലൈ 11 സ്ഥാനം ഏറ്റെടുക്കുക ആൻഡ് സക്സീഡ് അമിത് മാലിക്കാണ് ഇപ്പോൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ 10 വർഷത്തിന് ശേഷം ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ പോവുകയാണ് അമിത് മാലിക്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നീലാചൽ ഇസ്പാത്ത് നിഗം ലിമിറ്റഡ് സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ്. അപ്പോൾ നീലാചൽ ഇസ്പാത്ത് നിഗം ലിമിറ്റഡ് സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നീലാചൽ ഇസ്പാത്ത് നിഗം ലിമിറ്റഡ് സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഹാസ് ബീൻ കംപ്ലീറ്റഡ് വിത്ത് ദ ട്രാൻസ്ഫർ ഓഫ് 93.71% shares of a joint venture partners 4 CPSEs and 2 Odisha government PSUs to strategic buyer Mrs. Tata Steel Long Products Limited. അപ്പോൾ നീലാചൽ ഇസ്പത്ത് നിഗം ലിമിറ്റഡ് സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വിത്ത് ട്രാൻസ്ഫർ ഓഫ് 93.71% ഷെയറാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഈ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ. സോ നീലാചൽ ഇസ്പത്ത് നിഗം ലിമിറ്റഡ് ഈസ് ഇൻ കലിംഗനഗർ ഒഡീഷയിലാണ് നീലാചൽ ഇസ്പത്ത് നിഗം ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിൻ്റെ മുമ്പ് സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങളത് വായിക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഫസ്റ്റ് 30 ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെലക്റ്റഡ് ഫോർ എ ചിപ്പ് ടു സ്റ്റാർട്ടപ്പ് സ്കീം അനൗൺസ്ഡ് അറ്റ് എ ഡിജിറ്റൽ ഇന്ത്യ വീക്ക്. അപ്പോൾ ഫസ്റ്റ് 30 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഫോർ ചിപ്പ് ടു സ്റ്റാർട്ടപ്പ് സ്കീം അനൗൺസ്ഡ് അറ്റ് എ ഡിജിറ്റൽ ഇന്ത്യ വീക്ക്. അപ്പോൾ ഫസ്റ്റ് 30 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ് സ്റ്റാർട്ടപ്പ് സ്കീം അനൗൺസ്ഡ് ബൈ ഡിജിറ്റൽ ഇന്ത്യ വീക്കിൽ അനൗൺസ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പ് സ്കീമിലേക്കാണ് ഈ ഒരു 30 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ മോദി അനൗൺസ്ഡ് ദ കൊഹോർട്ട് ഓഫ് 30 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് വിൽ ബി സപ്പോർട്ടഡ് അണ്ടർ ദ ചിപ്പ് ടു സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം അണ്ടർ ദ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ. അപ്പോൾ 30 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ചിപ്പ് ടു സ്റ്റാർട്ടപ്പ് സ്കീമിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത്, സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് അനൗൺസ് ചെയ്തത് ഡിജിറ്റൽ ഇന്ത്യ വീക്കിൽ വെച്ചിട്ടാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലോഞ്ചസ് മൾട്ടിപ്പിൾ ഡിജിറ്റൽ പോർട്ടൽസ് അറ്റ് ഡിജിറ്റൽ ഇന്ത്യ വീക്ക് 2022. അപ്പോൾ ഇത് ഡിജിറ്റൽ ഇന്ത്യ വീക്ക് റിലേറ്റഡ് ന്യൂസാണ്. അതിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി മൾട്ടിപ്പിൾ ഡിജിറ്റൽ പോർട്ടൽസ് ഇനോഗ്രേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനോഗ്രേറ്റിംഗ് ദ ഡിജിറ്റൽ ഇന്ത്യ വീക്ക് 2022 അറ്റ് ഗാന്ധിനഗർ ഗുജറാത്ത്. അപ്പോൾ ഇത് ഡിജിറ്റൽ ഇന്ത്യ വീക്ക് ഇനോഗ്രേറ്റ് ചെയ്തത് ഗാന്ധിനഗർ ഗുജറാത്തിൽ വെച്ചാണ് നടന്നത്. പ്രൈം മിനിസ്റ്റർ മോദി ഓൾസോ ലോഞ്ച്ഡ് മൾട്ടിപ്പിൾ പോർട്ടൽസ് ലോഞ്ച് ചെയ്തു. നാഷണൽ സിംഗിൾ സൈൻ ഫോർ വൺ സിറ്റിസൺ പോർട്ടൽ മേരി പെഹ്ചാൻ ലോഞ്ച് ചെയ്തു. സോ കീ projects a repository website indiastack.global and a service discovery platform MyScheme. അപ്പോൾ indiastack.globalum അതേപോലെ MyScheme സർവീസ് ഡിസ്കവറി പ്ലാറ്റ്ഫോമായ MySchemeഉം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഡിജിറ്റൽ ഇന്ത്യ ഭാഷിനിയും ലോഞ്ച് ചെയ്തു, പിന്നെ ഡിജിറ്റൽ ഇന്ത്യ ജനസിസും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഇന്ത്യ വീക്കിൻ്റെ തീമാണ് കാറ്റലൈസിങ് ന്യൂ ഇന്ത്യാസ് ടെക്കേഡ് ആൻഡ് ഇ ബുക്ക് വാസ് റിലീസ്ഡ് ഇൻ ദ സെയിം നെയിം. അപ്പോൾ ഒരു ഇ ബുക്കും അതേ പേരിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഇത് ലോഞ്ച് ചെയ്തത്. മൾട്ടിപ്പിൾ പോർട്ടലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ പോർട്ടൽ ഏതൊക്കെയാണെന്ന് ഞാൻ അപ്പോൾ പറഞ്ഞു. സോ നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കുന്നതിന് മുമ്പ് സെയിം ന്യൂസ് മലയാളത്തിലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. സോ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഓസ്ട്രേലിയ അനൗൺസസ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് $5.8 million ഫോർ ക്രിട്ടിക്കൽ മിനറൽ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ക്രിട്ടിക്കൽ മിനറൽ പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയ അനൗൺസ് ചെയ്തിരിക്കുകയാണ് $5.8 million. അത്രയും ഡോളറാണ്
ഓസ്ട്രേലിയ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ സ്ട്രെങ്തൻഡ് കോപ്പറേഷൻ ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിട്ടിക്കൽ മിനറൽസ് പ്രൊജക്ട്സ് ആൻഡ് സപ്ലൈ ചെയിൻസ് ഫോളോയിങ് എ മീറ്റിംഗ് ബിറ്റ്വീൻ റിസോഴ്സസ് ആൻഡ് നോർത്തേൺ ഓസ്ട്രേലിയ മിനിസ്റ്റർ മാഡലൈൻ കിങ് ആൻഡ് ഹെർ ഇന്ത്യ counterpart Prahlad Joshi. King announced Australia would commit a $5.8 million to 3-year India-Australia critical mineral investment partnership. പ്രഹ്ലാദ് ജോഷി മിനിസ്ട്രി ഓഫ് പാർലമെൻ്ററി അഫയേഴ്സ് കോൾസ് ആൻഡ് മൈൻസ്. അപ്പോൾ പ്രഹ്ലാദ് ജോഷി മിനിസ്റ്റർ ഓഫ് പാർലമെൻ്ററി അഫയേഴ്സുമാണ്, അതേപോലെ കോൾസ് ആൻഡ് മൈൻസ് മിനിസ്റ്ററുമാണ്. സോ ഓസ്ട്രേലിയയാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. $5.8 million ക്രിട്ടിക്കൽ മിനറൽ പാർട്ട്ണർഷിപ്പ് വിത്ത് ഇന്ത്യയുടെ കൂടെ അവർ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരുവിധം എല്ലാ ന്യൂസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ വല്ല ന്യൂസും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ അത് തീർച്ചയായിട്ടും കവർ ചെയ്യുന്നതാണ്. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവരി വൺ.